നമസ്കാരം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും കമൻ്റ് ചെയ്തവർക്കുമൊക്കെ വളരെ നന്ദിയുണ്ട്. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതായിട്ടുള്ള ഹൈറിച്ച് എന്ന് പറയുന്നതായിരിക്കുന്ന കമ്പനിയെക്കുറിച്ചാണ്. 2016 തൃശ്ശൂരിൽ ഊരകം എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച്. ഇന്ന് ഈ ഹൈറിച്ചിലെ ഏകദേശം 16 ലക്ഷം ജനങ്ങളാണ് ജോയിൻ്റ് ചെയ്ത് പ്രവർത്തിച്ച് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം പണം നമ്മുടെ കേരള ഗവൺമെൻറ് ടാക്സ് അടച്ചിട്ടുള്ള കമ്പനിയാണ്. കമ്പനി വളരെ നിയമാനുസൃതമായി മുന്നോട്ട് പോകുന്ന കമ്പനിയുമാണ്. എന്നാൽ 2023 ഡിസംബർ 7 ഇതിൻ്റെ ആയിരിക്കുന്ന അക്കൗണ്ട് ഫ്രീസിങ് ആകുവാനുള്ളതായിരിക്കുന്ന രംഗം ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ളതായിരിക്കുന്ന കാരണങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടതായിരിക്കുന്ന വ്യക്തികൾ അവരുടേതായിരിക്കുന്ന പൂർവികര് ഒരു കാലത്ത് അടിമച്ചന്തയിൽ കൊണ്ടുചെന്ന് പാവപ്പെട്ടവരെ കച്ചവടം നടത്തി വിലപേശി അങ്ങനെ ജീവിച്ചവരും കാളയോടും പോത്തിനോടും ഒക്കെ വണ്ടിക്ക് വെച്ച് കെട്ടി നിലം ഉഴുതുമറിക്കുകയും അങ്ങനെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് വരുമാനം നേടിയതായിരിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പിൻഗാമികൾ അഥവാ പിൻ തലമുറക്കാരാണ് ഈ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ. 2023 ഡിസംബർ 7 ഇതിൻ്റെ അക്കൗണ്ട് ഫ്രീസിങ് ആയതിനു ശേഷം ഈ 16 ലക്ഷം വരുന്നതായിരിക്കുന്ന ജനങ്ങളും വളരെ കഷ്ടപ്പെടുകയാണ്. കുറച്ച് ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ 16 ലക്ഷം വരുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്തിരുന്നാൽ പോലും ഇതിനെതിരെ പ്രവർത്തിച്ചായിരുന്ന വ്യക്തികൾക്ക് ഒരു മനസ്സലിവ് ഉണ്ടാവുകയോ കരുണയൊന്നും തന്നെ ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ കരുണ ഉണ്ടായ ജനവിഭാഗത്തിൻ്റെ തലമുറയല്ല ഇവർ. യാതൊരു ദയയോ കരുണയോ ഒന്നും ഉണ്ടാകാത്തതായിരിക്കുന്ന വ്യക്തിയുടേതായിരിക്കുന്ന പിൻഗാമികൾ അതാ തലമുറയാണ്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെതായിരിക്കുന്ന മാനേജിങ് ഡയറക്ടർ അഥവാ MD ഒരു ബ്രാഹ്മണനായിരുന്നുവെങ്കിൽ ഈ കമ്പനിക്കെതിരെ ഒരു കാരണവശാലും ആക്രമണം ഉണ്ടാകുകയില്ലായിരുന്നു. കാരണം ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ അവർ ഉന്നതരാണെന്നും വലിയ ആൾക്കാരാണെന്നൊക്കെയുള്ള ധാരണ മനുഷ്യ ഹൃദയങ്ങളിലുണ്ട്. ബ്രാഹ്മണർ ശപിക്കും, അവിടേതായിരിക്കുന്ന ശാപം വലുതാണ്, ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ധാരണകൾ വെച്ച് പുലർത്തുന്ന ജനസമൂഹമാണ് ഇന്നുള്ളത്. അപ്പോൾ അത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. പിന്നീടുള്ള കാരണമെന്ന് പറയുമ്പോൾ ഇതിൽ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരാണ് എന്ന് ഈ പ്രസ്ഥാനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നല്ലവണ്ണം അറിയാം. അത് സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടവരാണ്, കഠിനമായ ജോലി എന്തെങ്കിലും ചെയ്ത് ഉപജീവനം നടത്തത്തക്ക രീതിയിൽ ആരോഗ്യശേഷി നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇതിൽ ജോയിൻ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതെന്ന് ഈ വ്യക്തികൾക്ക് നല്ലവണ്ണം അറിയാം.
അപ്പോൾ തുടർന്നുള്ളായിരിക്കുന്ന നാളുകളിൽ ഈ കമ്പനി ഇവിടെ ബലപ്പെട്ടു വരികയാണ് എങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ടതായിരിക്കുന്ന ജീവിതത്തിൻ്റെ നിലവാരം അടിപൊളി മാറുകയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഭവനം, വാഹനം, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ജീവിത നിലവാരം മാറുമെന്ന് ഈ വ്യക്തികൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല. പാവപ്പെട്ടവരെന്നും ആ നിലയിൽ തന്നെ ജീവിച്ചിരിക്കണം എന്നുള്ളതായിരിക്കുന്ന അജണ്ട ഈ മനുവാദികളായിരിക്കുന്ന ഹൃദയങ്ങളിൽ ഉണ്ട്. ആയതുകൊണ്ടാണ് ഇത്രമാത്രം ഒരു വലിയ ആക്രമണം ഈ കമ്പനിക്കെതിരെ ഉണ്ടായത്. സാധാരണപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾ അവരെ ധനികരാകുക, അവരുടെ ജീവിത നിലവാരം മാറുക എന്ന് പറയുന്നത് ഈ ജനവിഭാഗത്തിനൊട്ടും ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല. അത് അവിടുതായിരിക്കുന്ന ഒരു അജണ്ടയാണ്. അപ്പോൾ ഇന്ന് ഈ കമ്പനി കേസ് കോടതിയിൽ നേരിടുകയാണ്. അപ്പോൾ ഈ കേസ് കോടതി നേരിടുമ്പോൾ തന്നെ സത്യസന്ധമായിരിക്കുന്ന കമ്പനിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും തന്നെ ഈ കേസ് വാദിക്കുന്നതായിരിക്കുന്ന ആ മാന്യ വ്യക്തികൾക്ക് ഒരു കാര്യം മനസ്സിലാകും: ഇതിവിടെ വളർന്നു വന്നാൽ പാവപ്പെട്ടവൻ്റെ തല വരെ മാറും എന്ന് മനസ്സിലാക്കിയിട്ട് നിയമങ്ങളുടേതായിരുന്ന പരിധികൾ ഉപയോഗിച്ച് അവരിതിനെ കാലതാമസം വരുത്തുവാൻ തീർച്ചയായിട്ടും അവർ തുനിയും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന കാര്യം, ഈ നാളുകളായിട്ട് ഈ കമ്പനി വേഗം തന്നെ തിരിച്ചു വരികയും അതിൻ്റെതായിരിക്കുന്ന പഴയ രീതിയിൽ തന്നെയുള്ളതായിരിക്കുന്ന പ്രതാപത്തോടു കൂടി ഇത് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥന നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ താല്പര്യപ്പെടുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ ഈ കമ്പനിയുടേതായിരിക്കുന്ന ഒരു സമത്വസുന്ദരമായിരിക്കുന്ന ഒരു തിരിച്ചു വരവ് അഥവാ മടങ്ങി വരവ് വളരെ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഒരു നല്ല മനസ്സ് ഏവർക്കും ഉണ്ടാകുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.